നമ്മളെ സംബന്ധിച്ച് ഇൻസൾട്ടിംഗ് ആണ്. ഒരു പൗരൻ നിലയ്ക്ക് അങ്ങേയറ്റം ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള പണിയാണ് ട്രംപ് എടുത്തിട്ടുള്ളത്. ആ ട്രംപിനോട് നമുക്ക് വേണ്ടി ചോദിക്കേണ്ടത് നമ്മുടെ ഭരണകൂടം ചോദിച്ചില്ല എന്ന് മാത്രമല്ല, മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടത്രേ. മുൻ സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെ സൈനിക വിമാനത്തിൽ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്ന കേസുണ്ടോ? ആ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞില്ലായിരുന്നു. ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ ദിവസമാണ്. ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പൊരുതാത്ത ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന നാണക്കേട് കൂടി നാം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയോട് സ്വീകരിക്കുന്നത് ഒരു വിധേയ സൗഹൃദമാണ്. മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക പോലെ ഒരു രാജ്യത്തോട് മോദി അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഒരു വിധേയൻ്റെ സൗഹൃദമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റു പല രാജ്യങ്ങളോടും വളരെ കണിശ സ്വഭാവത്തിൽ സംസാരിച്ച പാരമ്പര്യമുള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് അമേരിക്കയോട് പറയാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന്? ഇപ്പം നേരത്തെ അജ്മീസ് പറഞ്ഞല്ലോ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണ്? ഈ പാസ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ നമുക്കൊരു അഭിമാനക്ഷതം ലോകത്തെവിടെയും ഉണ്ടാവാതെ നമ്മുടെ രാജ്യം നമ്മളെ സംരക്ഷിക്കും എന്നാണല്ലോ നമ്മുടെ ഉറപ്പ്. അതല്ലേ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ പൗരൻ എന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് എന്താണ്? ആ നമ്മുടെ അഭിമാനം, നമ്മുടെ കേവലമായ ശാരീരിക സുരക്ഷ മാത്രമല്ല, നമ്മുടെ അഭിമാനത്തിന് കളങ്കമേക്കാതിരിക്കാൻ, അത് ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള പരമമായ ബാധ്യത നമ്മുടെ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ പോയി നിങ്ങൾ കുടുക്കിൽപ്പെട്ടാൽ മാത്രം സംസാരിക്കുക. അമേരിക്ക പോലെ വൻകിട രാജ്യങ്ങളോട് ഞങ്ങൾ ഇങ്ങനെയാണ്. നേരത്തെ അജ്മീസ് പറഞ്ഞ പോലെ അമേരിക്കക്കാരായ മനുഷ്യർക്ക് ഞങ്ങൾ നോക്കൂ എല്ലാവരെയും ഓടിക്കുകയാണ്, എല്ലാവരെയും കയ്യും കാലും വിലങ്ങും വെച്ച് ഞങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ പോലും സമ്മതിക്കാതെ പീഡിപ്പിച്ച് ഓടിക്കുകയാണ് എന്ന മെസ്സേജ് വംശവെറിയന്മാരായ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കൂടുതൽ എക്സ്പെൻസ് ഉള്ള പരിപാടിക്ക് നിൽക്കേണ്ട കാര്യമില്ല. നോക്കൂ, അത് ഒട്ടും ജെന്വിൻ അല്ല ഈ ആക്ട്. അവരെ പുറത്താക്കുന്നു എന്നുള്ളത് ഓക്കെ, മനസ്സിലാക്കാം. അവരുടെ രാജ്യത്തേക്ക് മതിയായ രേഖകളില്ലാതെ ചെല്ലുന്ന ആളുകളെ അവർക്ക് പുറത്താക്കാൻ പറ്റും. പക്ഷെ പുറത്താക്കലിന് അങ്ങേയറ്റം ഹീനമായ വഴി സ്വീകരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേട്ടത്തിനാണ്. അതിന് നിയമപരമായോ ധാർമ്മികമായോ ഒരു സാങ്ക്ടിറ്റി ഇല്ലാത്ത കാര്യമാണ്. അത് പറ്റില്ല. നിങ്ങളുടെ രാജ്യത്തേക്ക് മോശമായിട്ട് വന്ന ആളുകൾ നിങ്ങൾ തിരിച്ചയച്ചുള്ളൂ. ഞങ്ങൾ വേണേൽ വിമാനം അയക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കപ്പൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അയക്കണം. ഈ വക അന്യായം നിങ്ങൾക്ക് രാഷ്ട്രീയമായ കയ്യടി കിട്ടാൻ ഞങ്ങളുടെ പൗരന്മാരെ, അവരുടെ 10-15 കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. അത് സ്വീകരിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വിധേയ സൗഹൃദം എന്ന് പറയും. നിങ്ങൾ പറയുന്നത് എന്തോ ഞങ്ങളത് ചെയ്തു തരുന്ന സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഡിമാൻഡുകളൊന്നും നിങ്ങൾ എപ്പോഴും അനുസരിക്കേണ്ടതില്ല. ഇന്ത്യക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുക. ദിവ്യ, ഇന്ത്യ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. മാർക്കറ്റുകളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയോട് ഒരു കണിശ നിലപാട് സ്വീകരിച്ചിട്ട് വേറെ ഏത് വൻകിട രാജ്യത്തിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ വലിയ മാർക്കറ്റാണ്, നമ്മൾ വലിയ മിലിറ്ററി പവറാണ്, ജനതതി എന്ന നിലയ്ക്ക് നമ്മൾ വലിയ പവറാണ്. ലോകത്തേക്ക് മുഴുവൻ എന്താ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് കയറ്റി അയക്കുന്ന രാജ്യമാണ്. നമ്മൾ ചില്ലറക്കാരൊന്നുമല്ല. നമുക്ക് പറയാം, ആരോടും പറയാം. പക്ഷെ അത് പറയാനുള്ള പൊളിറ്റിക്കൽ വില്ല് ആർക്കുണ്ടാവണം? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ടാവണം. അതില്ലാതെ പോകുന്നു എന്നിടത്താണ് ഈ പ്രശ്നം. നമ്മൾ ട്രംപ് വരുമ്പോൾ ട്രംപിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ പൗരന്മാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള വേറൊരു ഉദാഹരണമുണ്ട്. ട്രംപ് ഇവിടെ ഗുജറാത്തിൽ വരുമ്പോൾ ചേരി നിവാസികളായ മനുഷ്യരെ മതില് കെട്ടി അടച്ചു കളഞ്ഞ നമ്മുടെ പൗരന്മാരുടെ അഭിമാനത്തെക്കാൾ വലുതാണ് ട്രംപിൻ്റെ മനോഹര വീഥികൾ എന്ന നിലപാട് പ്രഖ്യാപിച്ച സർക്കാരും അതിൻ്റെ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ സന്തോഷത്തിന്, ട്രംപിൻ്റെ രാഷ്ട്രീയ പദ്ധതികൾ ഹീനമായ രാഷ്ട്രീയ പദ്ധതിയാണ്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ആക്ഷനൊന്നുമല്ല, ഇത് രാഷ്ട്രീയമാണ്. നേരത്തെ അജ്മീസ് പറഞ്ഞല്ലേ, ആ രാഷ്ട്രീയ പദ്ധതിക്ക് സ്വന്തം പൗരന്മാരെ കുരുതി കൊടുക്കുക. പിന്നെ ചിലപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ടാവും. അകത്ത് കയറിയ ആളുകളെ പുറത്താക്കുക. ഞങ്ങളും പണിയെടുക്കുന്നത് അതിന് വേണ്ടിയാണ്. ഞങ്ങൾക്കതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ട്രംപിൻ്റെ ഐഡിയോളജി എന്താണ്? ഇവിടെ ജനിച്ചു എന്നുകൊണ്ട് മാത്രം ഇവിടെ പൗരന്മാരൊന്നും ആകുന്നില്ല, ഞങ്ങൾ പുറത്താക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം കേസരി ലേഖനം വന്നല്ലോ, ജനിച്ചു എന്നതിൻ്റെ പേരിൽ പൗരത്വം സ്വന്തമാക്കി അവിടെ കൂടാനിരിക്കുന്ന ആളുകളെപ്പോലും ഇല്ലീഗൽ കക്ഷികളെ പുറത്താക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം ശുഭകരമാണ് എന്ന മട്ടിൽ. അപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ പറ്റുമോ? ട്രംപ് ചെയ്യുന്ന പണിയാണ് ഞങ്ങളിവിടെ ആലോചിക്കുന്നത്. ഇവിടുന്ന് പരമാവധി ആളുകളെ എങ്ങനെ പുറത്താക്കാം, സൈനിക വിമാനത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള വലിയ പൗരത്വ പദ്ധതിയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ട്രംപിനെ എങ്ങനെ എതിർക്കാൻ പറ്റും? ആ പ്രശ്നവും ഒരുപക്ഷെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അല്ലെ പിന്നെ എന്തുകൊണ്ട് ഉറക്കെ സംസാരിച്ചുകൂടാ? അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ചൈനയുടെ കാര്യം എടുത്തു നോക്കുക. നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ കണിശമായ നിലപാടുകളുണ്ട്. നമ്മൾ ധീരമായ പ്രസംഗങ്ങൾ നടത്തും. 56 ഇഞ്ചിനെ കുറിച്ചൊക്കെ പറയും. രാഹുൽ ഗാന്ധി എത്രയോ കാലമായിട്ട് ചൈന നടത്തുന്ന ഇൻവേഷനെക്കുറിച്ച്, നമ്മുടെ മണ്ണ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച്, അവിടെ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മര്യാദകൾക്ക് വിരുദ്ധമായി ചൈന എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ നമുക്കെന്താ പറയാൻ? നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ധീരമായ പ്രസംഗങ്ങൾ എവിടെയാണ് പോകുന്നത്? നമ്മുടെ കണിശമായ നിലപാടുകൾ എവിടെയാണ് പോകുന്നത്? അതിർത്തി തർക്കത്തിൽ നമുക്ക് ജവാന്മാരെ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വൻകിട രാഷ്ട്രങ്ങളോട് സംസാരിക്കാൻ ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വന്തം നാട് ഏതാണെന്നും ആ നാടിൻ്റെ പവർ എന്താണെന്നും അവിടുത്തെ മനുഷ്യരുടെ ആത്മാഭിമാനത്തിൻ്റെ ശക്തി എന്താണെന്നും മനസ്സിലാക്കുക പ്രധാനമാണ്. രണ്ടാമത്തത് രാഷ്ട്രീയ നിലപാട്. ഇത് കുടിയേറ്റ വിരുദ്ധ, ഈ ട്രംപ് പ്രഖ്യാപിക്കുന്ന കുടിയേറ്റ വിരുദ്ധ നിലപാട് ലോകത്താകെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ്.
ഇതെന്തോ ആ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു കാര്യമാണ്, ആ രാജ്യത്തിൻ്റെ ലീഗൽ കാര്യമാണ്, ആ രാജ്യത്തിൻ്റെ പരമാധികാരമാണെന്നൊക്കെ പറയുമ്പോഴും കുടിയേറ്റ വിരുദ്ധ നിലപാടെന്ന് പറഞ്ഞാൽ രാജ്യത്ത് ലോകത്താകമാനം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒന്നാണ്. കുടിയേറ്റ വിരുദ്ധത വലിയ തോതിൽ വംശീയത ഉൽപ്പാദിപ്പിക്കുകയാണ്, മനുഷ്യരുടെ വൈവിധ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്, മനുഷ്യരെ നിരന്തരമായ ഭയത്തിലേക്ക് തള്ളിയിടുന്നതാണ്. ഇപ്പോൾ ഗോണ്ടനാമയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പിടിക്കപ്പെടുന്ന ആളുകളെ, ഏത് പേപ്പറില്ലാത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകൾ വേറെ കുറ്റവും ചെയ്തവരല്ല. എന്തിനാണ്? നേരത്തെ പറഞ്ഞ പോലെ ഈ വംശീയതയുടെ ആളിക്കത്തിക്കലിന് വേണ്ടി. അപ്പോൾ ഒന്നാമത് ഈ ലോകമാകെ വിമർശിക്കുന്നു ഈ കുടിയേറ്റ വിരുദ്ധ നയം വംശീയ സ്വഭാവമുള്ളതാണ്, ഇന്ത്യക്കൊരു നിലപാടുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മുടെ പൗരന്മാരെ ഈ നിലയ്ക്ക് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, നമുക്ക് ഒരു നിലയ്ക്കുള്ള നിലപാടില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഈ ശേഷിക്കുറവോ ധൈര്യക്കുറവോ പോലുള്ള ഗുരുതരമായ പ്രശ്നവും അവിടെ നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കാരായ ആളുകൾ മോദി ഭരിക്കുമ്പോൾ ഈ മനോഹരമായ സ്വർഗരാജ്യ തുല്യമായ ഈ ലോകത്ത് നിന്ന് എന്തിനു പോയി ഉമ്മാർ? ആ ദേഷ്യം ഉണ്ടാവല്ലോ. പോയിരിക്കുന്നു കുറേ എണ്ണം. ഇവിടെ ഈ സ്വർഗ്ഗതുല്യമായ ഒരു രാഷ്ട്രം മോദി 10 വർഷം കൊണ്ട് സാധ്യമാക്കിയിരിക്കെ ഈ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് പോയവരല്ലേ, അനുഭവിക്കട്ടെ എന്നതും കാണും ഉള്ളിൽ ചിലപ്പോൾ. പോകാൻ പാടില്ല. കാരണം 2014 ക്യാമ്പയിൻ പ്രധാനപ്പെട്ട വാചകം ലോകമാകെയുള്ള ചെറുപ്പക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. കാരണം ഇതൊരു സ്വർഗ്ഗതുല്യമായ നാടാക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം വിഭവശേഷി എന്തുമാത്രം സാധ്യതകളുള്ള ഒരു നാടാണ്. ഇവിടേക്കല്ലേ ആളുകൾ വരേണ്ടത്, എല്ലാവരും വരും. ഇനി പുറത്തേക്ക് ജോലി തേടി പോവുക എന്ന മോഹം ചെറുപ്പക്കാർക്കുണ്ടാവില്ല. ഇത് സ്വപ്നതുല്യമാക്കാൻ പോകുന്നതാണ്. 5 പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിൽ കിടക്കുന്നു, സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു എന്ന് വിവിധ സൂചികൾ പറയുന്നു. ആളുകൾ പുറത്തു പോയതിനോടുള്ള ദേഷ്യം. കിം ജോങ് ഉന്നിനൊക്കെ അങ്ങനെയാണ്. കിം ജോങ് ഉന്നിൻ്റെ ഈ ദക്ഷിണ കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള അതിർത്തിയിൽ ഇപ്പോൾ നോർത്ത് കൊറിയയിലെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് അപ്പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് കയറാതിരിക്കാനല്ല, ഇവിടുന്ന് ആരും പോകാതിരിക്കാനാണെന്നൊരു തമാശയുണ്ട്. കാരണം ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്തിന് പോയി എന്നുള്ള പ്രശ്നവും കാണും. ഇനി എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ച് ഇൻസൾട്ടിംഗ് ആണ്. ഒരു പൗരൻ നിലയ്ക്ക് അങ്ങേയറ്റം ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള പണിയാണ് ട്രംപ് എടുത്തിട്ടുള്ളത്. ആ ട്രംപിനോട് നമുക്ക് വേണ്ടി ചോദിക്കേണ്ടത് നമ്മുടെ ഭരണകൂടം ചോദിച്ചില്ല എന്ന് മാത്രമല്ല, മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടത്രേ. മുൻ സർക്കാരുകളുടെ കാലത്ത് ഇങ്ങനെ സൈനിക വിമാനത്തിൽ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്ന കേസുണ്ടോ? ആ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞില്ലായിരുന്നു. ശരിയാണ്, ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളും, ഇന്ത്യയും ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് ആൻസർ ഇല്ല. പിന്നെ മുൻ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ വേറെ ആരെങ്കിലും? മുൻ സർക്കാരുകളുടെ എല്ലാ ന്യായം പറഞ്ഞാണോ ഈ സർക്കാർ നിൽക്കുന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു നിലയ്ക്കും സർക്കാരിനെ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ഇന്ത്യയുടെ പാരമ്പര്യത്തിലും ഇന്ത്യയുടെ അഭിമാനത്തിലും ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവർക്ക് അത് പ്രയോഗത്തിൽ വരുത്താൻ, അത് ഏതൊരാൾക്കും ഇന്ത്യൻ അഭിമാനത്തിന് വേണ്ടി ഏതൊരാളോടും സംസാരിക്കുമെന്ന് അവകാശപ്പെടുന്നവർക്ക് അത് കഴിയാത്ത ദിവസമാണ്. ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ ദിവസമാണ്. ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പൊരുതാത്ത ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന നാണക്കേട് കൂടി നാം അനുഭവിക്കുന്ന ഒരു ദിവസമാണിന്ന്.